ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വീട്ടിലെ കുട്ടീസിനെയൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ വിശേഷം. രാവിലെ ഇവർക്ക് ഉറക്കം കഴിഞ്ഞാൽ ഉടനെ ഫോൺ ഫസ്റ്റ് അവർക്ക് വേണം. അത് കഴിഞ്ഞിട്ടേ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും ഫോൺ ഫസ്റ്റ് കൊടുക്കുക. അതിനുശേഷം പിന്നെ സ്കൂളില്ലെങ്കിൽ അവർക്ക് ഫോൺ കയ്യിൽ വേണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫോൺ നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികളൊക്കെ ഞങ്ങൾ പേപ്പറിൽ ഫ്ലൈറ്റ് ഉണ്ടാക്കി തരാം, നിങ്ങൾ നോക്ക് എന്നൊക്കെ കാണിച്ചു തരാണ്. അങ്ങനെ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അത് റെഡിയാക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടുത്തൊരു മോൻ്റെ അടുത്ത് പോയിട്ട് അവന് ഇങ്ങനെ കളിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇന്നത്തെ ദിവസം അവരെ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലത്തെ പോലെ ഒരുപാട് ലെങ്ത്തൊന്നും കൂടുന്നില്ല, കാരണം ഇന്നലെ ഓവറായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് കുറച്ചേ ഉള്ളൂ. അങ്ങനെ മെയിനായിട്ട് നമ്മൾ ഈ വ്ളോഗ് കൊച്ചു കുട്ടികൾ, നമ്മുടെ വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അങ്ങനെ അവരെല്ലാവരും രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് കുളിച്ചിരിക്കുകയാണ്, കുറച്ച് പേര് ഇനി കുളിക്കണം. അങ്ങനെ അവർക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് സ്കൂളില്ല, ആ ഒരു ടൈമിൽ അവർ വീട്ടിനകത്തിരുന്ന് ഇങ്ങനെ കളിക്കും, അല്ലെങ്കിൽ അവർ പുറത്ത് പോകും. അങ്ങനെയൊക്കെ കുട്ടികളെ സമയവും ദിവസം പോകുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ അവർക്ക് നോമ്പ് തുറക്കാൻ അവരുടെ വാപ്പാടെ ഉമ്മയുടെ വീട്ടിൽ ഇന്ന് നോമ്പ് തുറയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ വീഡിയോയിൽ ഞങ്ങളെ കാണിക്കണം, ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് ഞങ്ങളുടെ കുഞ്ഞു ബേബിയാണ്, ജസമോള്. അവൾക്ക് 5 മാസം ആയതേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ബാക്കി ഇവർ രണ്ടുപേരും ഭയങ്കര ചങ്കാണ്. ഞാൻ വീഡിയോ എടുത്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്തോ പോയിട്ടുണ്ട്. അതാണ് ഞാൻ എഡിറ്റിങ്ങിൽ ഞാൻ കൺഫ്യൂഷനായിപ്പോയി. എന്നിട്ടും ഞാൻ അതൊന്ന് മാറ്റാൻ നിന്നില്ല. ഭയങ്കര എനിക്കാണെങ്കിൽ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ നമ്മുടെ വീട്ടിനടുത്തായിട്ട് വീണ്ടും പരിപാടിയൊക്കെ അങ്ങോട്ട് നടക്കുകയാണ്. നോമ്പ് തീരുന്നവരല്ല, നോമ്പ് 20ഓടെയൊക്കെ ഈ ബുറുദയും ഇതൊക്കെ കഴിയും. അതിനുശേഷം അവിടെ വേറെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവരിങ്ങനെ ക്യാരംസ് കളിക്കുകയാണ്. അവർക്ക് രാവിലെ കുറച്ച് കളി എൻ്റർടൈൻമെൻ്റൊക്കെ ഉണ്ട് അവർക്കായിട്ട് കുറച്ച് സമയം. പിന്നെ ഇന്നലത്തെ പോലെ ഒരുപാട് കുക്കിംഗ് അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് ഇന്ന് എന്താണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ അതും ഒന്നും കാണിച്ചതും ഇല്ല. ജസ്റ്റ് ഉള്ളി അരിയുക, പിന്നെ അത് കുക്കറിലിടുക, കുറച്ച് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമുക്ക് വീടിന് പുറത്തിറങ്ങിയ നേരെ കടൽ കാണും. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ മോനായിട്ട് ഉച്ചയ്ക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ കടൽ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയായിരുന്നു. ആരും ഇല്ലാത്തൊരു ശാന്തമായിട്ടൊരു റോഡാണ് ഞങ്ങളുടെ റോഡും, കടപ്പുറം. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വീണ്ടും അവിടെ നിന്ന് ഭയങ്കര വെയിൽ, നോമ്പും കൂടെ ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല അവിടെ നിൽക്കാൻ വേണ്ടി. മോന് എപ്പോഴും അവന് പുറത്തിറങ്ങണം, വീട്ടിനകത്തിരുന്ന് അവന് കരച്ചില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ കണ്ടിട്ട് പിന്നെ വീട്ടിനകത്ത് കയറി. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഇനിയിപ്പം അതിന് സമയം കിട്ടില്ല. അങ്ങനെ ആ റൂം സെറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഇവിടെ ഉമ്മയുടെ വാപ്പയുടെ റൂമും, ഇന്ന് ഇത്തയുടെ മക്കളില്ല, മൂത്ത മോളായി റൂമും വീടൊക്കെ നോമ്പ് കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനാണ് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത്. അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ഫുള്ളും ക്ലീൻ ചെയ്ത്
ഒരു കുറച്ച് നേരത്തേക്ക് കുട്ടികളൊന്നും ഇല്ല, ഈ സമയം കുട്ടികൾ കാണത്തില്ല. അല്ലെങ്കിൽ അവരത് വലിച്ചിടും ഇത് വലിച്ചിടും, വീടൊരു അലങ്കോലമാക്കും. ഇത് പിന്നെ നമ്മുടെ രാത്രിത്തെ വ്യൂ ആണ്. നമ്മുടെ കടലും പിന്നെ പരിപാടി നടക്കുന്ന ആ സൈഡ്. പക്ഷെ അവിടെ ഭയങ്കര ലൈറ്റ് വെട്ടായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചത്. ഇവിടെ എൻ്റെ ഒരു താത്തയുടെ മോന് ഇവിടെ പാട്ടിനുണ്ട്. അപ്പം അവന് പാട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്, പക്ഷെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് നേരം വീണ്ടും കടലൊക്കെ ഒന്ന് കണ്ട് ഇതാക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലത്തെ പോലെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട്